അച്ഛൻ എൻ്റെ അടുത്ത് പിന്നെ എതിർക്കണ ഈ ഒരു കാര്യം പറഞ്ഞത്. എന്താ പറയുന്നേ അച്ഛൻ പറയുന്നത് വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് അച്ഛന് ഉമ്മ വെക്കണമെന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ വായിന്ന് വന്നത്. പുള്ളി ഇതിനെക്കുറിച്ച് അച്ഛനോട് മാത്രം ചോദിക്കൂല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് സുജയുടെ വീട്ടിലേക്ക് പോകാം ഇങ്ങനെ പറയുള്ളൂ എന്നോട്. പുള്ളിക്ക് നമ്മുടെ അത്ര ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവില്ല. അത് പുള്ളിക്ക് ഇത്തിരി ബുദ്ധിക്കുറവ് അങ്ങനെയാണ്. എന്താണ് സംസാരത്തിന് ഒരു ഇത്തിരി ഇതുണ്ട് പുള്ളിക്ക്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി സിജു? 10 വർഷമായോ? 10 വർഷമായി കാണും അല്ലേ? ഇല്ല, മോക്ക് എന്തായാലും 9 വയസ്സായ പറഞ്ഞത്. 10 വർഷമായല്ലേ? കറക്റ്റ് 2006 എന്നാണ് ഇവിടെ പറഞ്ഞത്. 10 വർഷമായി. അപ്പൊ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീട്ടില്. പിന്നെ ആരാ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? സിജു ആണോ, അമ്മയാണോ, അച്ഛനാണോ? അമ്മയും അച്ഛനും കൂടെ തീരുമാനിക്കും. പക്ഷെ നമ്മള് എന്ന് പറയുമ്പോ പുരുഷന്മാരെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും കാര്യം അവരല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ സിജു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിജുവിന്റെ ഭാര്യയുടെ കാര്യവും കുഞ്ഞിന്റെ കാര്യവും സിജു വേണ്ടേ തീരുമാനിക്കാൻ? അങ്ങനെ തന്നെയാണോ ചെയ്തിരുന്നത്? ആണോ? അല്ല, പറയണം, മറുപടി പറയണം. അച്ഛനാണോ തീരുമാനിച്ചിരുന്നത്? സിജു തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഇപ്പം നമ്മള് കഷ്ടപ്പെട്ട് ഇപ്പൊ സിജു പറഞ്ഞു രാവിലെ 4 മണിക്ക് പോയി വൈകിട്ട് 6 മണിക്ക് ശേഷം വരെ ഒരു സിനിമ കാണാൻ പോകാൻ സമയമില്ല. ഒരു കല്യാണത്തിനോ കാര്യം ഒന്നിനും പോകാനുള്ള സമയം കിട്ടത്തില്ല. അപ്പൊ അത്രയും അധ്വാനിച്ചിട്ട് ഇപ്പൊ സിജുവിന് സ്വന്തമായിട്ട് ഇപ്പം സിജു പറയാണ് സിജുവിന്റെ ഭാര്യ കുഞ്ഞിനെയും കൂടെ കൊണ്ട് നമുക്ക് വേറൊരു വീട്ടിലോട്ട് പോയി താമസിക്കാം. അപ്പൊ ആർക്കും മുഖം മുറിച്ചൊന്നും പറയേണ്ടി വരത്തില്ലല്ലോ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ? അല്ല, അങ്ങനെ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ ചെയ്യുന്ന സ്ഥിതിക്ക് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്കുള്ളതും കൊണ്ട് നമുക്ക് അങ്ങനെ കഴിയാവുന്നൊരു തീരുമാനം എടുക്കാനൊക്കെ ഇല്ലേ? അല്ല, സിജുവിന് പറയണമെന്നുണ്ടോ കാര്യങ്ങളൊക്കെ? സിജുവിന് അത് ആഗ്രഹമുണ്ട് അല്ലേ? അങ്ങനെ താമസിക്കുന്ന ആഗ്രഹമുണ്ട്. എന്ത് പിന്നെ സുജയ ഇഷ്ടമല്ലേ? ആണോ? പറ. സുജയോട് ഇഷ്ടമാണോ? ആണ്. കുഞ്ഞിനോടോ? കുഞ്ഞിനോടും ഇഷ്ടമാണ്. ഒന്നിച്ച് താമസിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അതുണ്ട്. അദ്ദേഹത്തിന് നല്ല ആഗ്രഹമുണ്ട്. ഒരുമിച്ച് താമസിക്കണം, കുഞ്ഞുമായിട്ടൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ നമ്മളത് പറഞ്ഞ അമ്മയ്ക്ക് വിഷമം വരുമോ, അച്ഛന് വിഷമം വരുമോ എന്നൊക്കെ അതാണല്ലേ? അങ്ങനത്തെ ചിന്തയല്ലേ? അപ്പൊ നമ്മളിപ്പോ അവരെ വിഷമിപ്പിക്കുകയല്ല. അവരും കല്യാണം, ഇപ്പൊ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചു, അവരൊരുമിച്ച് കുടുംബമായിട്ട് താമസിച്ചു, അവർക്ക് മക്കളായി, കാര്യങ്ങളായി. അപ്പൊ അവരിത്രയും ജീവിതം കഴിഞ്ഞു. ഇനിയെന്ന് പറയുന്നത് ഇനി സിജു, സുജയ്, സീതാലക്ഷ്മി നിങ്ങളുടെ കുടുംബം അങ്ങനെ ജീവിക്കണം. അതല്ലേ അതിൻ്റെ ഒരു രീതി. അപ്പം പിന്നെ സിജു വീണ്ടും അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയെ പോലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ പാവം ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യും? ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ഭർത്താവ് ജോലിക്ക് പോകുന്നു, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ, എന്തുകൊണ്ടാണ് അയാൾ നിന്നെ വിളിച്ചോണ്ട് പോകാത്തത് അല്ലെങ്കിൽ കൂടെ താമസിക്കാത്തത്, കുഞ്ഞിനെ എന്താ നോക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി എന്ത് ഉത്തരം പറയും? അല്ലേ സിജു? ഇപ്പൊ നാട്ടുകാർ ചോദിക്കത്തില്ലേ, എന്താ സിജു വരാത്ത, വീട്ടിൽ വരാത്ത, എന്താ കുഞ്ഞിനെ നോക്കാത്ത, എന്താ നിന്നെ നോക്കാൻ വരാത്ത എന്നൊക്കെ അവരുടെ വീട്ടിലെ അയൽവക്കക്കാരൊക്കെ ചോദിക്കത്തില്ലേ? അപ്പൊ എന്താ സിജു പോവാത്ത? അച്ഛൻ വേണ്ടെന്ന് പറയുന്നു. പിന്നെ പോകാൻ താല്പര്യമില്ലേ? പറ. ഇഷ്ടമല്ല. അവിടെ പോയാൽ ആരെങ്കിലും ഉപദ്രവിക്കോ? ആരും ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. പിന്നെന്താ? അതെന്താ കാര്യം? പോവാൻ ഇഷ്ടമല്ലാത്തോടെ നേരത്തെ പറഞ്ഞു. സിജു കുഞ്ഞിനെ ഇഷ്ടമാണ്, സുജയ ഇഷ്ടമാണ്, ഒരുമിച്ച് താമസിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പം വേറെ വീടെടുത്ത് താമസിച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിച്ചൂടെ? അവരുടെ വീട്ടിലും വേണ്ട, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ശരി, നിങ്ങളുടെ വീട്ടിലും ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വേറെ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെയാണ്. സുജു സുജയും കുഞ്ഞും കൂടെ വേറൊരു വീട്ടെടുത്ത് താമസിച്ചൂടെ? അത് താമസിക്കാമല്ലോ അല്ലേ? അതാണ്. അപ്പൊ ആരുടെ ശല്യം വേണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും അവർക്ക് വേറൊരു താല്പര്യം കാണും. ചിലപ്പം ഇവര് ഉറങ്ങിയെണീക്കുന്ന ഒരു സമയമായിരിക്കും, അവർ ഉറങ്ങിയെണീക്കുന്ന ഒരു സമയമായിരിക്കും, അവർക്ക് ഇന്ന ആഹാരം വേണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവര് രണ്ടുപേരും കുഞ്ഞും കൂടെ ഒരു വീട് വാടക എടുത്ത് താമസിച്ചാൽ പ്രശ്നം തീർന്നു. അവരെയും പോയി കാണാം, ഇവരെയും പോയി കാണാം. ഇവരുടെ വീട്ടിൽ അവരുടെ കണ്ടു, വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വരുന്നു. അതല്ലേ എന്റെ സാധാരണ ഒരു രീതി അല്ലേ സിജു? അത് പോരെ? സിജുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമാണോ സുജനെ?
ഇഷ്ടല്ലേ? അവിടെ ആരെങ്കിലും സുജയനെ ഉപദ്രവിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും സിജുവിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ സ്നേഹ. ആരും മോശമായിട്ട് സുജിയോട് പെരുമാറിയിട്ടില്ല. എപ്പോഴെങ്കിലും സുജി അങ്ങനെ സിജുവിനോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുമില്ല. എന്നെ അച്ഛൻ ഉപദ്രവിക്കുന്നെന്നോ അമ്മ ഉപദ്രവിക്കുന്നോ അങ്ങനെയൊന്നും അങ്ങനെ ഒരു കേൾവിയില്ല അല്ലേ? അപ്പോ ഈ ടോർച്ച് എടുത്ത് അച്ഛൻ എന്തിനാ സിജുവിനെ അടിച്ചില്ലല്ലേ? അപ്പൊ എന്തുകൊണ്ടാ സുജയുടെ വീട്ടിൽ പോയേ? ഓ എന്തിനാ പോയത് അറിയാൻ വയ്യ. ഓ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോ എന്തായാലും സിജുവിന് മനസ്സിലെന്തെങ്കിലും വിഷമം തോന്നുന്നു വിചാരിച്ചിട്ടായിരിക്കും. എനിക്ക് തോന്നി പറഞ്ഞതിൽ നിന്ന് കേട്ടതില് അച്ഛന്റെ ഭാഗത്തുനിന്ന് എന്തോ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ്. അല്ലാതെ ഒരു പെൺകുട്ടി ചുമ്മാ പറയൂ. അച്ഛന്റെ ഭാഗത്തുനിന്ന് അച്ഛൻ ഏത് രീതിയിൽ പെരുമാറിയാലും ഒരച്ഛന്റെ പെരുമാറ്റം അല്ല, അതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് എന്ന് ആ ഒരു പെൺകുട്ടിക്ക് തോന്നി. ഒരു പെൺകുഞ്ഞ് ഇത്രയുള്ള പെൺകുട്ടിക്ക് പോലും അത് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അല്ലേ സിജു? അപ്പൊ അതിന്റെ മനസ്സിനത് തോന്നി. അപ്പൊ അത് ആ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായി. പക്ഷെ സിജു കാര്യമായിട്ട് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്താ വെച്ചാൽ അങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? അവൾക്കത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. വെളുപ്പിനെ 4 മണിയാകുമ്പോൾ സിജുവും പോവും, അമ്മയും പോവും. പിന്നെ ആ ഒരു കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലേ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കുടുംബാരി ആയതുകൊണ്ട് നമ്മൾ പുറത്ത് ആരെയൊന്നും പറയണ്ടെന്ന് വിചാരിച്ചത് പറഞ്ഞു. സിജു അത് ചോദിച്ച് ശരിയാക്കിയപ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറല്ല. അപ്പം പിന്നെ സിജു പറഞ്ഞു തന്നെയാണ് മാർഗം. വേറൊരു വീട്ടിൽ കുഞ്ഞും ഭാര്യയായിട്ട് മാറി താമസിച്ചാൽ അവർക്ക് ശല്യമില്ലല്ലോ അല്ലേ? സിജു അവിടെ പോയി സുജയുടെ വീട്ടിൽ പോയി താമസിച്ചു. എന്നിട്ട് അവിടെ സന്തോഷമായിട്ടല്ലേ താമസിച്ചത്? എന്താ അവിടെ പോയി താമസിക്കാൻ കാര്യം? സുജ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് താമസിച്ചാൽ മതിയല്ലോ. അപ്പൊ അവരൊക്കെ സ്നേഹമായിട്ട് നോക്കുന്നു, അവിടെ പോയി താമസിച്ചു. പിന്നെ എന്താ അവിടെ നിന്ന് പോന്നെ? പണിക്കൊക്കെ പോണം, അവിടെ താമസിച്ചാൽ ശരിയാവൂല. പിന്നെ വണ്ടി കിട്ടില്ല, സമയം പോവും. ഓ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഇദ്ദേഹത്തിന് പണിക്ക് പോവാനും കാര്യങ്ങൾക്കും. അത് ശരിയാവൂല. ഇവിടെ ഇവരുടെ വീട്ടിന്റെ ആ പരിസരത്തെങ്ങും ഒരു ജോലി നോക്കാൻ പറ്റൂലേ? പറ്റത്തില്ല അല്ല. ഇപ്പം പിന്നെ സുജയുടെ ആൾക്കാരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് അവരുടെ ബന്ധുക്കളും ആങ്ങളമാരും ഒക്കെ ഉണ്ട്. ദിവസം അത്യാവശ്യം നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലി അവർ ശരിയാക്കി തരാൻ പറഞ്ഞു. തരട്ടെ. എൻ്റെ ആങ്ങളൊരു സ്ഥലത്ത് കൊണ്ട് പണിക്കാക്കിയതാണ്. 2 ദിവസം നിന്നിട്ടേ അയാളുടെ മുഖത്തേക്ക് സവാളയുടെ തൊണ്ടൊക്കെ വാരിട്ടിട്ട് പോന്നു കടയിലെ ആളിൻ്റെ അടുത്ത്. അപ്പൊ പിന്നെ നമ്മുടെ ആങ്ങളൊക്കെ കൂടെ അതിന്റെ നാണക്കേടല്ലേ. ആങ്ങളെ പറയണത് എൻ്റെ അടുത്ത് വന്ന് നിന്ന് നമ്മുടെ അയൽവക്കക്കാരും ഞാനും കൂടെ കൊണ്ടുവന്ന് ഇയാളെ സ്റ്റേണാക്കി എടുക്കാം. പക്ഷെ നിൽക്കുകയല്ല. അച്ഛൻ പറയണം ഇപ്പൊ ഈ മൗനം പിടിച്ച് നിൽക്കണ എന്താ? ഇനി ഇപ്പൊ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞു കഴിയുമ്പോ അച്ഛൻ വരുമ്പോ ഇവിടെ ബഹളം നടക്കും. അച്ഛനാണ് ഈ ആളെ എല്ലാം മുറുക്കി നിർത്തുന്നത്. ഈ ആള് സ്റ്റേണായി നിന്നാ മതി, എല്ലാ കാര്യത്തിനും ശരിയാവും. അയാൾക്ക് ഇയാളെ വേണം, ഇയാളെ കുട്ടിയോടൊപ്പം താമസിക്കാൻ അയാൾക്ക് ഇഷ്ടമാണ്. അത് ഇയാള് ഇപ്പൊ പറയുന്നില്ലേ അച്ഛന്റെ വാക്കിൽ നിന്ന്. അച്ഛൻ എന്താണ് പറഞ്ഞത്? ഇവിടെ ഒറ്റക്ക് വിടുവന്ന് ഇതുവരെ ഒരു സ്റ്റേജിൽ ഒറ്റക്ക് നിർത്തിയിട്ടില്ല ഇയാളെ. കോടതിയിലാണെങ്കിലും അച്ഛൻ കയറും, ആ കൂട്ടിൽ കയറി നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യലേ. അതിലൊക്കെ അച്ഛനാണ് കയറി, ഇയാൾ കയറില്ല. അവന് ഇച്ചിരി സംസാരിക്കാൻ കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞോളാം അവൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് അച്ഛനാണ് കയറി നിന്ന് സംസാരിച്ചത്. അപ്പം എന്താ എനിക്ക് വേണ്ടി എൻ്റെ ആങ്ങളെ പറഞ്ഞാൽ പോരെ? എൻ്റെ കാര്യം ഞാനാണ് പറയേണ്ടത്, അത് ഇയാൾ ചിന്തിക്കൂല. നമ്മുടെ വക്കീലും വന്നിട്ട് പറഞ്ഞു അത് അയാൾ സംസാരിക്കാൻ പറ്റൂല സുജയ്, അച്ഛനെ കയറ്റി നിർത്തി. ഞാൻ പറഞ്ഞ അങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള കാര്യം ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം. അത് ഇത് കോടതിയിൽ ഒരു കാര്യം ഇയാളെ കൊണ്ട് മിണ്ടിക്കുകയല്ല. നമ്മുടെ വക്കീലും കൂടി അവർക്ക് സൈഡിൽ നിന്ന് ഇവിടെ കിട്ടുന്നേ. അതാണ് എനിക്ക് എല്ലാവരും പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എല്ലായിടത്തും പോയി ആൾക്കാർ കണ്ട് നാറിയാലും വേണ്ടിയില്ലെന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു വേദിയിൽ തന്നെ വന്നത്. അതിലൊരു കാര്യം പറയാനുള്ളത്, അതില് ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ മാഡം ചോദിക്കുന്നതിനൊക്കെ പറയുന്ന മറുപടി കേട്ടില്ല. ഇത് കോടതിയിൽ ഇരിക്കുമ്പോ കോടതിക്ക് റെക്കോർഡ് ചെയ്യാനോ കോടതിക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന രീതിയിലല്ല അദ്ദേഹത്തിന്റെ മറുപടി. ഇതാ ഞാൻ പറയുന്നത്, കോടതിയിൽ അദ്ദേഹത്തിന് മൊഴി പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ മൊഴി പറഞ്ഞാൽ കോടതി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയണതിനേക്കാൾ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല ഇയാൾ പറയൂ എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാം. പക്ഷെ നമ്മളിപ്പോ നമ്മൾ പറയുമ്പോ ആ അക്ഷരങ്ങൾ തീർത്ത് എത്തിക്കൂല, അത്രേ ഉള്ളു കുഴപ്പം. അത് ഞാൻ നേരത്തെ മുതലേ പറയും. ഇയാൾക്ക് സംസാരിക്കുന്നതിന് വന്ന് നമ്മൾ കാണാൻ വന്നപ്പോഴും പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇയാൾ സംസാരിച്ചില്ല. എന്നിട്ട് നമ്മുടെ അയൽവക്കത്തെ ചെക്കനാണ് വന്നിട്ട് പറഞ്ഞേ ബ്രോക്കറാണ്, എന്ത് ചോദിച്ചാലും ബ്രോക്കറെ മറുപടി പറയുള്ളൂ.
അപ്പം തിരിച്ച് ആ ചെറുക്കൻ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് എടാ എല്ലാ കൊത്തും ഇവർ പിന്മാറാതെ മാറാതെ നിൽക്കുമ്പോൾ എന്തോ ഇതിനകത്ത് കുഴപ്പമുണ്ടായിട്ടാണെന്നും പറഞ്ഞാൽ അവിടുത്തെ ആ ഉമ്മ ആ മകനെ പറഞ്ഞ് വിടുകയാണ് വീണ്ടും എന്താണെന്ന് എന്ന് അന്വേഷിക്കുക. ഇല്ല ഉമ്മ കുഴപ്പമൊന്നുമില്ല, ആ ചെറുക്കൻ സംസാരിക്കാനുണ്ട്, നിന്നോട് പറഞ്ഞാന്നെങ്കിൽ ഇല്ല ബ്രോക്കറാണ് കയറി പറയണതെന്ന്. നീ ചെന്നിട്ട് അയാൾ പറയുമ്പോൾ പറയണം നീ താൻ മിണ്ടണ്ട, ഇയാളോടാ ഞങ്ങൾ ചോദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. മിണ്ടിയല്ല, വീട്ടിൽ വന്നിട്ടും മിണ്ടിയില്ല. സുജ ആ ഒരു സ്റ്റേജും കഴിഞ്ഞ് വിവാഹവും കഴിഞ്ഞ് അതിലൊരു കുട്ടിയായി. അല്ല ഞാനതിൽ ആ ഒരു അതാ പറഞ്ഞു പുള്ളി ഇങ്ങനെ സംസാരിക്കുള്ളൂ. ആ ഒരു എന്നിട്ടും നമ്മളോട് കൂടി ഇങ്ങനെ നമ്മൾ എന്നിട്ട് നമുക്കെങ്കിലും പറയാനറിയാല്ല എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച്. എല്ലാവരും ഇപ്പോഴും നമുക്കെതിരായിട്ടല്ലേ നിൽക്കണം. എന്നിട്ട് ഞാൻ അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് വേറൊരു വലിയ ഇതിലേക്ക് പോകാനും നിവർത്തിയില്ല. നമ്മളുമായിട്ടുള്ള യോജിക്കുന്ന കുടുംബവുമാണ്, പാവപ്പെട്ട കുടുംബമാണ്, നമ്മളും അവരും അതേപോലത്തതാണ് എന്ന് വിചാരിച്ച് നമ്മൾ നിന്നു. പക്ഷെ ഈ ഒരാൾ അച്ഛനാട് കൂടി ആ അച്ഛൻ്റെ വാക്കിൽ എല്ലാം ഇതായിട്ട് നിന്നെങ്കിൽ അല്ല അന്നേ തീർന്നു പോയിന്. ഇങ്ങനെ ഒരു കോടതിയിൽ ഒരിടവും കയറേണ്ട ആവശ്യമില്ലായിരുന്നു. വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ എന്തോ പച്ചക്കറി കച്ചവടത്തിന് പോകുമ്പോൾ ഞാൻ എല്ലാ കാര്യവും അച്ഛൻ എൻ്റെ അടുത്ത് കാണിക്കണതും പറയണതും ഞാൻ പറയാറില്ലേ. മിണ്ടിയല് വേടോ ഇത് ചോദിക്കുമ്പോൾ മിണ്ടൂല. ഇത് ഞാൻ അവിടെ വരുമ്പോഴും ഞാൻ ഈ കാര്യം പറയണതാണ്. കോടതി ചെന്നപ്പോഴും മിണ്ടൂല. അപ്പൊ എന്താന്നറിയാം, അവരുടെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്, അത് അവർക്കറിയാം. സിജുവിനോട് സുജ എപ്പോഴെങ്കിലും അച്ഛന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? പിന്നെ വിട്ടുപോകും. പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് പറയും അത് പിന്നെ അത് കഴിയുമ്പോ മനസ്സിൽ നിന്ന് അത് വിട്ടുപോകും. അതാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? 2, 3, 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെന്ന് മാത്രം പറയരുത്. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ഈ കാര്യങ്ങൾ നമ്മൾ ഇത് ഉണ്ടായ കാര്യമാണ് ഇയാളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോഴും എന്നോട് പറയാന്നറിയാം, നീ ആ സമയത്ത് ഇവിടെ നിന്ന് പോയിക്കോ, നീ അപ്പുറത്ത് കമലനെന്നും പറഞ്ഞൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ വീട്. ഞാൻ പറഞ്ഞു നിങ്ങൾ 3:30 മണിക്ക് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ ആളുകളുടെ വീട്ടിൽ പാതിരാക്ക് നടക്കാൻ പറ്റുമോ? അപ്പൊ അവരെന്താ ചിന്തിക്കണം? വീട്ടിൽ അപ്പോഴും ആ നാട്ടുകാരെ നമ്മ അറിയിക്കേണ്ട കാര്യമല്ല ഇത്. നമ്മ വീട്ടിലെ പ്രശ്നം വീട്ടിൽ തന്നെ തീർക്കണം. അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മൾ ഒരാളെയും പുറത്തറിയണ്ട. നമ്മൾ രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരും അറിഞ്ഞ് കാര്യം തീർക്കണം. പക്ഷെ ഇത് അംഗീകരിക്കില്ല. അത് അച്ഛനോട് അന്ന് ചോദിച്ചെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലവും കയറിയേ ഇല്ലേ, അവിടെ തന്നെ തീർന്ന് ഇപ്പോഴും സുഖമായിട്ട് അവിടെ ജീവിക്കായിരുന്നു. നമ്മ എല്ലാ കുറവുകളും അംഗീകരിച്ച് പോയതാണ്. അതിനു വേണ്ടിട്ടല്ലേ സിജു വഴക്കുണ്ടാക്കിയത്? എന്തിനാ കൊച്ചുവർത്താനം പറയുന്നത് ചോദിച്ചപ്പോ എന്നാ പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഒന്ന് പറയാന്ന് പറഞ്ഞില്ലേ സിജു? വഴക്കുണ്ടാക്കില്ലേ അച്ഛനോട്? അങ്ങനെ പറഞ്ഞില്ലേ? മിണ്ടൂല്ലേ? ആ രാത്രി കിടന്നുറങ്ങിയ സമയത്തുള്ള സംഗതിയാണ് ചോദിക്കുന്നത്. തൊട്ടടുത്ത് അപ്പുറത്തെ അച്ഛൻ കേട്ടിട്ട് നിങ്ങൾ തമ്മിൽ കൊച്ചു വർത്താനം പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും സിജു ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായില്ലേ? ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായില്ലേ? ആ അതിനോടനുബന്ധിച്ച് സിജു എന്തോ മാനസികമായിട്ട് വിഷമം. ഇപ്പോ സുജ വീട്ടിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് സിജുവിന് വിഷമം തോന്നിട്ട് വീട്ടിൽ വാതിൽ കയറി അടയ്ക്കലൊക്കെ ഉണ്ടായോ? വീടിന്റെ ഉള്ളിൽ കയറി വാതിൽ അടച്ചു കറണ്ട് പിടിപ്പിക്കാനൊക്കെ ശ്രമിച്ചോ? അങ്ങനെ ഉണ്ടായോ? ഇല്ല. ജീവിക്കണ്ടെന്ന് തോന്നിയോ? മരിച്ചാ മതി എന്ന് തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എന്ത് തോന്നി? പിന്നെ കറണ്ടി പിടിച്ച എന്തിനാ? ഇല്ലല്ലോ, അതിന്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞല്ലോ കറണ്ടി പിടിച്ചത്. അല്ല എന്തായാലും സിജുവിന്റെ അച്ഛന്റെ ഈ പെരുമാറ്റം ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ലല്ലോ, അതല്ലേ പറഞ്ഞത് അല്ലേ? പറയൂ, ചിരിച്ചിട്ടല്ല പറഞ്ഞു. അതെന്താ ഇങ്ങനെ ഇഷ്ടപ്പെടാഴിയെ വന്നപ്പോഴാണോ സുജിയോട് പറഞ്ഞത് വീട്ടിലോട്ട് പോയിക്കോളാൻ? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞായിരുന്നല്ലോ ഇടയ്ക്ക് നീ വീട്ടിൽ പോയിക്കോ. ഇല്ല പറഞ്ഞില്ല. അല്ല അങ്ങനെയല്ലേ അവര് വീട്ടിൽ പോയത്? എന്നാ പിന്നെ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കെന്ന് പറഞ്ഞു വിട്ടതല്ലേ? ഇല്ല ഞാൻ പറഞ്ഞില്ല. അല്ല എന്തായാലും ഇങ്ങനെ സംഭവം ഉണ്ടായതിനു ശേഷമല്ലേ അവര് വീട്ടിൽ പോയേ? അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമല്ലേ നിങ്ങൾ രണ്ടുപേരും പോയത്? രണ്ടുപേരും പോയി, പിന്നെ കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ തിരിച്ചു പോന്നു. അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ലേ? പുള്ളിക്ക് ഇഷ്ടം, പുള്ളിയുടെ വീട്ടിൽ നിൽക്കണ അച്ഛൻ ഇങ്ങനെ ആയിക്കോട്ടെ. അല്ല എങ്ങനെ ഒരു സംഭവം അച്ഛന്റെ ഈ കാര്യം കൊണ്ടിട്ട് പറഞ്ഞു. അന്ന് സംഭവം മുതൽ പിന്നെ അവിടെ നിൽക്കുന്നത് ഇയാൾക്കും ഇഷ്ടമല്ല. വീട്ടിലേക്ക് എന്റെ വീട്ടിൽ വന്ന് നിക്കണമെന്നാണ് പറഞ്ഞത്. എന്റെ വീട്ടിൽ വന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ നമ്മ അവിടെ ചെന്ന് നിൽക്കുന്നത് ശരിയാണ്? സംഭവം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയല്ലേ? നിങ്ങൾ രണ്ടും കൂടെ വീട്ടിൽ പോയി ഇയാളുടെ വീട്ടിൽ പോയി താമസിച്ചില്ലേ 2 ദിവസം? ഞാൻ പറഞ്ഞത് കേട്ടോ? അതായത്
ഇപ്പോ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോ സുജയുടെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. വീട്ടില് അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന ഒരു ഭയം ഉണ്ടോ? ഇല്ല. അവരൊറ്റയ്ക്ക് ജീവിച്ചോളും, കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്താ ചിരിച്ചേ? സിജുവിനോട് ഞാൻ ചോദിച്ചു, മനസ്സിലായോ? വീട്ടില് അച്ഛനും അമ്മയും പണിക്കൊക്കെ പോകുന്നില്ലേ? അവർക്ക് സമാധാനമായിട്ട് അവര് ജോലി ചെയ്ത് കിട്ടുന്ന അധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവര് കഴിഞ്ഞോളില്ലേ? അപ്പൊ സിജുവിനും ഭാര്യയ്ക്കും കുട്ടിക്കും ഒരുമിച്ച് ജീവിക്കുന്ന ആഗ്രഹമില്ലേ? അതുകൊണ്ട് ഉണ്ട്. അപ്പൊ അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം, വേണ്ടേ? എന്താ സിജു, നമുക്ക് ഉണ്ടാക്കണ്ടേ? അത് വേണം. ഇപ്പം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു, കുഞ്ഞും ഭാര്യയും ആയിട്ട് ഒരുമിച്ച് അപ്പൊ എവിടെ താമസിക്കും സിജു? സുജ പറയൂ, അദ്ദേഹത്തിന് വളരെ താല്പര്യമാണ്. അല്ല, പുള്ളിയുടെ വീട്ടിൽ താമസിക്കില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ അതിന്റേതായ രീതിയിൽ ഇയാളും കൂടി തീരുമാനിക്കണം. അല്ല, വീട്ടിൽ അച്ഛനേ ഉള്ളു, അച്ഛനും അവിടെ വന്നാലും താമസിച്ചോട്ടെ. താമസിച്ചോട്ടെ, അതിലെനിക്ക് കുഴപ്പമില്ല. അല്ല, അദ്ദേഹത്തിന് താമസിക്കുന്നതുകൊണ്ട് സന്തോഷമുള്ളൂ പറഞ്ഞു മാഡം. അങ്ങനെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. അല്ല സിജു, പിന്നെ സുജയുടെ വീട്ടിൽ താമസിക്കാല്ലോ, കുഴപ്പമില്ലല്ലോ. ഇത് പണിയാ പോയാ പോലെ ഇതിനോ വണ്ടിയില്ല, ബോട്ടില്ല. എന്ത് ജോലിയാ അത്? പണിയുണ്ട്. ഇതേ പറയുള്ളൂ, ജോലിയില്ല, വേറെന്തെന്നാ പണിയുണ്ട്. അല്ല, ജോലിക്ക് എന്താണ് പേര് വേണ്ട? അച്ഛനും സ്ഥിരം പോവും. അച്ഛൻ പൊക്കോട്ടെ പണി. അച്ഛനും സ്ഥിരം അച്ഛനും ഞാനും കൂടെ സ്ഥിരം പോണേന്ന്. ഞാനും പോകുന്ന ആ പണിയാണെന്ന് പറയുമ്പോ പിന്നെ പണിക്ക് പോയിട്ട് അവിടെ വരാൻ പറ്റൂലല്ലോ, ഇവരുടെ വീട്ടിൽ വരാൻ പറ്റൂലല്ലോ. അപ്പൊ അച്ഛൻ പണിക്ക് പൊക്കോട്ടെ, അച്ഛനും അമ്മയും അവര് ജീവിച്ചോട്ടെ. സിജു നല്ല ആരോഗ്യമായിട്ട് അധ്വാനിക്കാൻ കഴിവുള്ള ആളല്ലേ, ഏത് പണിയും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലേ. പിന്നെന്തിനാ വേറൊരാളുടെ ആശ്രയം? ഈ ലോകത്തെല്ലാ ആണുങ്ങളും അവനവന്റെ ഭാര്യ, അവനവന്റെ കുഞ്ഞുങ്ങളെ അവനവൻ പോറ്റിയാ ജീവിക്കുന്നത്, അതല്ലേ നല്ലത്? സിജു, സിജുവിന്റെ മോള് സ്കൂളിൽ പോകുമ്പോ ചോദിക്കുമ്പോ എന്റെ അച്ഛൻ ജോലി ചെയ്താ എന്നെ പോറ്റുന്നത് എന്നല്ലേ പറയുന്നത്? അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു, എന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ താ സ്കൂളിൽ വരുന്നു, അങ്ങനല്ലേ പറയണ്ടേ? സിജുവിന് ഒരു ജോലി തരപ്പെടുത്തി തന്നാൽ ഭംഗിയായിട്ട് സിജുവിന് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി തരപ്പെടുത്തി തന്നാൽ ജോലിക്ക് പോകാലോ, കുഴപ്പമില്ലല്ലോ. ആ ജോലി കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ അവര് തയ്യാറാണെങ്കിൽ ഒരുമിച്ച് ജീവിച്ചൂടെ? ഇപ്പൊ അച്ഛന്റെ കൂടെ തന്നെ പോയി ജോലി ചെയ്യണമെന്നില്ലല്ലോ. അച്ഛൻ നാളെ നമ്മുടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ആലോചിക്കണ്ടേ? അത് ആലോചിക്കുമ്പോ നമുക്ക് ഇന്നേ അത് ശീലിച്ചു തുടങ്ങിയാൽ എന്താ കുഴപ്പം? അപ്പോ സുജയുടെ ആങ്ങളമാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ചേർന്നുകൊണ്ട് സിജുവിന് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി തരപ്പെടുത്തി തരികയാണെങ്കിൽ സിജു പോവാൻ തയ്യാറാണോ? അല്ല സിജു, അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം സിജു, കേട്ടോ? നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, സുജയുടെ വീട്ടിന്റെ പരിസരമായിട്ട് ആ പരിസരത്ത് ആ നാട്ടില് പറ്റുന്ന ഒരു ജോലി അവർ വാങ്ങിച്ചു തരും. ധൈര്യമായിട്ട് സിജുവോടെ സന്തോഷമായിട്ട് ജോലിക്ക് പോവുക, വൈകിട്ട് വീട്ടിൽ വരിക, കുഞ്ഞിന്റെ സ്കൂളിൽ പോവുക, അങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ട് കഴിയുക. അച്ഛനും അമ്മയും ഇടയ്ക്ക് വരട്ടെ, നിങ്ങളെ വന്ന് കാണട്ടെ, നിങ്ങൾ ഒരുമിച്ച് പോയി അവരുടെ വീട്ടിൽ പോയി അവരെ കാണുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യാൻ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ. എന്താ, അങ്ങനല്ലേ? ഇപ്പൊ എത്ര പേര് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നു, അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നു, ഏതൊക്കെ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നു അല്ലേ? അവരാരും അച്ഛന്റെ കൂടെ ആ സ്ഥിരം ചെയ്യുന്ന ജോലി മാത്രമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, അല്ലേ സിജു? വെക്കൂടെ? സിജുവിന് ധൈര്യം തരാൻ സിജുവിന്റെ ഭാര്യയുണ്ട്. ഭാര്യ വളരെ ഭംഗിയായിട്ട് മക്കളും നിങ്ങളും കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോ സിജുവിന് ധൈര്യം കിട്ടും. ഭാര്യയും ജോലിക്ക് പോവില്ലേ? അവരുടെ വരുമാനം കൂടി ആവുമ്പോ നിങ്ങൾക്ക് ജീവിച്ചു പോകാലോ. അതെ, രണ്ടുപേരും കൂടെ ജോലിക്ക് പോകുന്നു, രണ്ടുപേരും ജോലി കഴിഞ്ഞ് വരുന്നു, കുഞ്ഞിന്റെ കാര്യം നോക്കുന്നു, അപ്പൊ വേറൊന്നും പേടിക്കാനില്ലല്ലോ. എന്ത് പറയുന്നു സിജു? അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം അല്ലേ? പറ, അതന്നല്ലേ സിജുവിന്റെ താല്പര്യം? സിജുവിന് ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കണോ? അല്ല, ഇപ്പൊ എടുത്ത തീരുമാനം അത് അങ്ങനെയാണോ, അത് ശരിയാകുമോ എന്നുള്ള തീരുമാനം ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാനായിട്ടുണ്ടോ? അങ്ങനെയല്ല സിജു, എന്തുകൊണ്ടാ ചോദിക്കുന്നറിയോ? നമ്മളൊരു തീരുമാനം പറയുമ്പോ നമ്മള് കേട്ടോണ്ടിരിക്കുന്നവര് പറയും, കണ്ടോ അയാള് ഭാര്യയും കുഞ്ഞുമുള്ള ഒരാളിരുന്ന് ഉത്തരം പറയുകയാണ്, അയാളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതാണ് തീരുമാനം എന്നൊരു
അങ്ങനെ ഒരു ബഹുമാനമായിട്ടല്ലേ കാണേണ്ടത്. നിങ്ങളൊരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുവോ? മാറ്റി പറയില്ലല്ലോ പിന്നെ. ഇല്ലല്ലോ. എല്ലാരും അവരവരുടെ കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന. സിജു ഒറ്റയ്ക്ക് അവിടെയും ഈ പെൺകുട്ടി ഇവിടെയും. ഒരു കുഞ്ഞ് അച്ഛനും അവിടെ അമ്മ ഇവിടെ ഒറ്റയ്ക്കെന്നും പറഞ്ഞ് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് എന്തിനാ സിജു അങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നത്? മഹാഭാവമല്ലേ ഒരു പെൺകുഞ്ഞിന്റെ ജീവിതം അങ്ങനെ ഇല്ലാതാക്കുന്നത്? അങ്ങനെ ചെയ്യാവോ? ഒരു കൊച്ചു കുട്ടിയല്ലേ അത്, സിജുവിന്റെ കുട്ടിയല്ലേ അത്. അത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം സിജുവിനില്ലേ? ഉണ്ടോ ഇല്ലയോ? ആ, അപ്പൊ അതിന് വേണ്ട തീരുമാനങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിജുവാണ് അച്ഛൻ, സിജുവാ തീരുമാനം എടുക്കണ്ടേ. എന്റെ മോളും എന്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, പറ്റിയ പണി പോയി ചെയ്യുന്നു, എനിക്ക് ഈ പണിയേ ഉള്ളൂ, ഇത്ര ശമ്പളമേ ഉള്ളൂ. ഭാര്യ ജോലിക്ക് പോകുന്നു, അവക്കൊരു ശമ്പളം കിട്ടുന്നു, സന്തോഷമായിട്ട് ഞങ്ങൾ കഴിയുന്നു. ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ വരിക പോവുക ഒക്കെ ചെയ്യാൻ ഞങ്ങൾ അങ്ങോട്ടും വരുന്ന എല്ലാ സന്തോഷം. ഇതാണ് തീരുമാനം എന്നുള്ള ഉറച്ചു നിൽക്കുവോ ഇല്ലയോ? ഉറപ്പിച്ച് പറ. നിൽക്കും. അപ്പം നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നു. സുജയുടെ വീട്ടിൽ അദ്ദേഹം വന്ന് നിൽക്കും. അദ്ദേഹത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു ജോലിയും കാര്യങ്ങളും യാതൊരു തരത്തിലും അദ്ദേഹം നമ്മളിൽ നിന്നും വിഭിന്നനാണെന്നോ വ്യത്യസ്തനാണെന്നോ തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റവും സംസാരവും ഇനി ഒഴിവാക്കുക. ഞങ്ങളൊന്നും സംസാരിക്കാറില്ല. ഇനി പറയാണ് ഒന്നുമില്ല. അദ്ദേഹം എല്ലാരെയും പോലെ പോയി ജോലി വീട്ടിൽ വരും, നിൽക്കും, അവിടെ നിൽക്കും എന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആങ്ങളെയും അവരുടെ വീട്ടുകാരെയും വിളിക്കാം. സിജുവിന്റെ അച്ഛൻ ഇപ്പോഴും വർക്കിന് പോകുന്നുണ്ടോ? പണിക്ക് പോകുന്നുണ്ടോ? എവിടാ പോകുന്നത്? ഞാൻ തൃപ്പൂണിത്തുറയില്. ഓ, എന്താ പണി? ടിക്കറ്റ് വെച്ചോ. അമ്മയും വർക്കിന് പോകുന്നുണ്ടോ? ഇല്ല, ഒന്നിനുമില്ല, വീട്ടിലത്തെ പണി തന്നെ. ശരി. പിന്നെ പച്ചക്കറി മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ തന്നെ ഉള്ള കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത്തരം പണിയൊന്നും എനിക്കില്ല, എനിക്ക് വീട്ടിലെ പണികളാണ് ഉള്ളത്. ഇതുവരെയും അങ്ങനെയുള്ള പരിപാടിക്ക് പോയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ എടുക്കുമായിരുന്നു നേരത്തെ. അത് മണ്ണിയല്ല. അല്ല, ഞങ്ങൾക്ക് ആദ്യം ചായക്കച്ചവടമായിരുന്നു. ചിമ്പ് മാർക്കറ്റിൽ ചായക്കച്ചവടമായിരുന്നു. അപ്പം ചായക്കട 81 തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ഒരു പാട് അറ്റാക്ക് വന്നായിരുന്നു. അറ്റാക്ക് വന്നതിൽ പിന്നെ ആ കച്ചവടം നിർത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ പച്ചക്കറി എടുക്കും. പച്ചക്കറി എടുത്തിട്ട് ഒന്നിലെ ആ ചെമ്പ് മാർക്കറ്റിൽ തന്നെ, അല്ലെങ്കിൽ അവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വിൽക്കുമായിരുന്നു. ഇതാണ്. അപ്പൊ ആ പച്ചക്കറി എടുക്കാൻ പോകുന്നതാണ് മാർക്കറ്റിലൊക്കെ പോവേണ്ടി വരുന്നത്. ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ 3 പേരും പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ 2 പേര് ആരെങ്കിലും പോകും. ഒന്ന് അവര് പോകും, നിങ്ങൾ പോകും. ഇപ്പൊ പക്ഷേ ലോട്ടറി കച്ചവടം ഞങ്ങൾക്ക് ഇപ്പം സ്ഥിരമായിട്ട് കൂട്ടാൻ ടാറ്റ ഉണ്ടായിരുന്നപ്പോൾ മുതൽ ടിക്കറ്റ് കച്ചവടം. ഇതിപ്പം ഇവരുടെ ഈ ഒരു സംഗതി കോടതി കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം അവര് ഒരുമിച്ച് ജീവിച്ച കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമല്ലോ. അത് ഇയാളൊരു ഭാഗത്ത് ഒറ്റയ്ക്ക്, ആ കുട്ടി ആ ഭാഗത്ത് ഒറ്റയ്ക്ക്, ഒരു പെൺകുഞ്ഞ്, അത് 9 വയസ്സായി, അതും അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ആർക്കും കേൾക്കുന്നവർക്ക് മനസ്സിന് വിഷമമുള്ള ഞാൻ പറയട്ടെ സാറേ, ഒരു മിനിറ്റ്. എനിക്ക് തന്നെ ഈ 2 കോടതിയിലാണ് ഈ കേസ് ഉണ്ടായത്. ആ 2 കോടതിയിൽ എപ്പോൾ ചെന്നാലും ഞങ്ങൾ ഈ കുഞ്ഞിനെ പോലും ഞങ്ങളെ കാണിക്കല, മറച്ചു പിടിക്കും. നൈറ്റിയുടെ സാരിത്തുമ്പിൻ്റെ അടിയിൽ എൻ്റെ മോള്. ലാസ്റ്റ് ഞാൻ കോടതിയുടെ മുൻപാകെ ഞാൻ കയറി തൊഴുതു പറഞ്ഞ്, പിന്നെ ഞങ്ങൾ രണ്ടും രാജ്യം വിട്ട് നാട് വിട്ട് പോയിക്കോളാം, ഇവർ രണ്ടും കൂടി. എൻ്റെ മകൻ ഇച്ചിരി കുറവുള്ളതാണല്ല സംസാരിക്കാനൊക്കെ, അവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞ് ഇയാൾ അപ്പുറേ കൂടി വരുമെന്ന്. അന്ന് ചെറിയ വീടാണ്. എന്നിട്ട് ഇപ്പൊ ഒരു ലോണൊക്കെ എടുത്ത് ഗവൺമെന്റ് 2 ലക്ഷം രൂപ കൊണ്ടൊക്കെ ഒരു വീടൊക്കെ വെച്ച് ഞങ്ങൾ അന്നും പറയും കൊണ്ടുപോകാന്ന്, ഇപ്പോഴും പറയും കൊണ്ടുപോകാന്ന്. അവരുടെ അച്ഛൻ വൈക്കത്തപ്പൻ്റെ മണ്ണ് വാരി സത്യം ചെയ്ത് അന്ന് ഞങ്ങൾക്ക് വളക്കടയാണ് അമ്പലത്തിൽ, ഒരു കാലത്ത് നിന്റെ വീട്ടിൽ വിട്ടുതരികയില്ലെന്ന്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണ്ടേ സാറേ? അങ്ങനെയാണല്ല നമ്മൾ മുൻപോട്ട് പോകുന്നത്. കോടതി സത്യമായ കാര്യം പല കേസിലും ഇവര് പറഞ്ഞിട്ടുണ്ട് അവരെ വിടിയായിരുന്നു, അവർക്ക് പോരാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇവർക്ക് ആകെ വേണ്ട എന്നാന്ന് വെച്ചാൽ ഇവൻ അവിടെ 2 സെന്റ് ഈ ഹരിദാസൻ ഒപ്പിട്ട് കൊടുത്താ, വനിതാ സെല്ലിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തതാ. വനിതാ സെല്ലിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇവനും ഒപ്പിട്ട് ഷാഹിദാസ് അവിടെ വന്ന് താമസിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാണ് ഒപ്പിടിച്ചത്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. SP ഷാഹിദാസ് സാറിൻ്റെ അടുത്ത് വെച്ച് ഈ സുജ ഒപ്പിട്ട് കൊടുത്തതാണ്, എന്തെങ്കിലും സമ്മതമെന്നും പറഞ്ഞു. ഹരിദാസനോടും പറഞ്ഞു, ലാസ്റ്റ് ഇവനോടും പറഞ്ഞു, എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോടും പറഞ്ഞു. ഞങ്ങൾ സാക്ഷികളായിട്ട് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞാന്നറിയാമോ, ഞങ്ങളോട് 2 കൂട്ടരോടും കൂടി അവിടെ വെച്ച് തന്നെ പറഞ്ഞ്, നിങ്ങൾ ജോയിൻ്റായിട്ട് വക്കീലിനെ കണ്ട് ബന്ധം ചെയ്യാൻ നോക്കി കിട്ടാന്ന് പറഞ്ഞു.
കേസ് കൊടുത്തിട്ട് എന്നാൽ പിരിയാൻ പറഞ്ഞു. ഇവർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ ഒരു രാത്രിയായപ്പോൾ വിളിച്ച്, ഹരിദാസൻ എങ്ങനെയാണ് നമുക്ക് മറ്റേ പ്രശ്നം തീർക്കേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ ഹരിദാസൻ അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർത്തോ, ഞങ്ങൾക്ക് പറ്റിയാലെന്ന് പറയും. അപ്പം ഞാൻ മനസ്സിൽ പ്ലാനിട്ട് ഇവർ വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ പേരിൽ ഇവൻ മദ്യപാനിയാണ്, സ്ഥിരം തല്ലും എന്നൊക്കെ പറഞ്ഞ് ചേർത്തല കോടതി 10 കൊല്ലം 2007 കൊടുത്ത കേസാണ്. അതിപ്പോഴാണ് ഓണത്തിനാണ് തീർന്നത്. അവർക്കും കാശും പോയില്ലേ, ഞങ്ങൾക്കും കാശ് പോയില്ലേ. മദ്യപിച്ച് തല്ലുവെന്നും പറഞ്ഞു. ഇവൻ മദ്യപിച്ചു. അങ്ങനെ കേസ് ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല മാഡം. ഇന്ന് വരെ ചേർത്തല കോടതിയിലെ വക്കീലിന്റെ നമ്പർ എന്റെ ഉണ്ട്, വിളിച്ച് ചോദിക്കും മാഡം. എന്താ അവിടെ കൊടുത്തിരുന്ന കേസ്? അത് അച്ഛന്റെ പേരിലുള്ള കേസാണ്. പിന്നെ എൻ്റെ ഞങ്ങൾ കേസിൽ നോക്കണം, എൻ്റെ കേസിൽ സംരക്ഷിക്കണം. പീഡനത്തിന് കേസ് കൊടുത്തു. ഞാൻ പീഡിപ്പിക്കാൻ ചെന്നൊന്നും പറഞ്ഞാണ്. അത് വനിതാ കമ്മീഷനിൽ കൊടുത്തു. എല്ലാ സ്ഥലത്തും അത് തന്നെയാണ്, ഇവിടെ പറഞ്ഞത് അത് തന്നെ. അല്ലെങ്കിൽ ഞാനിതൊന്ന് പറഞ്ഞ തീർക്കാൻ അനുവദിക്കും. വനിതാ സെല്ലിൽ കൊടുത്തു. അപ്പോൾ ഞാൻ ശാഖയിൽ കൊടുത്തതിൻ്റെ അപേക്ഷ കൊടുത്തതിൻ്റെ കോപ്പിയൊക്കെ ഞാൻ എടുപ്പിച്ചു. വനിതാ സെല്ലിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു വനിതാ കമ്മീഷനിൽ നിന്നൊരു പരാതി വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോപ്പിയൊക്കെ എടുത്തിട്ട് അവരുടെ ശാഖയിൽ വെച്ച് തീരുമാനമെടുത്തത് ഇവനെ കൊണ്ടുപോയിക്കോളാമെന്നാണ്. ഇവനെ ഇവർക്ക് വേണം 2 സെൻറ്റ് സ്ഥലം മേടിച്ച് ഇവനെ അവിടെ പരവെച്ച് താമസിപ്പിച്ചോളാമെന്ന് ഈ സുജയുടെ ആങ്ങളിൽ പറഞ്ഞു. ഉടനെ ഞാൻ അന്നേരം പറഞ്ഞു, എനിക്കൊരു അറ്റാക്ക് വന്നതാണ്, അപ്പോൾ ഇനി അടുത്തവും കൂടി വരും. അപ്പം മരിക്കാൻ നേരത്ത് ഒരാളെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നു എന്നെ ഒന്ന് ആസ്പത്രിയിൽ എത്തിക്കേണ്ട ബാധ്യത അവനുള്ള. അതുകൊണ്ട് അവനെ ഞാൻ വിട്ടു തരികയെന്ന് പറഞ്ഞു. ഇവർക്ക് പിടിവാശിയായി. അപ്പോൾ അവരുടെ ആൾക്കാരാണ് കൂടുതലും. ഉടനെ അവിടെ SNDP പറഞ്ഞു, ശരി അങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം പോയേ രാത്രി ലാസ്റ്റ് ബോട്ടിന് ഇവനെ തിരിച്ച് വീട്ടിൽ വിട്ടു. ലാസ്റ്റ് ബോട്ടിന് ഇവനെ വിട്ട് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പോകുന്നെന്ന് പറഞ്ഞു. എനിക്കൊരു സംശയത്തിൻ്റെ കാരണം എന്താണെന്ന് തിരച്ച് എടുക്കണമല്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ പോയി തുണിയും മുണ്ടും എടുത്തുകൊണ്ട് പോയി. ഇവരുടെ ഡ്രസ്സ് തിരിച്ചു പോകുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് എന്താ കാര്യം എന്താന്ന്. അതേ SNDP വിളിപ്പിച്ച് അവർക്ക് വാശി നേടാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനാണ് എന്നെ അങ്ങ് കൊണ്ടുപോയത്. ഇനി ഞാനങ്ങ് പോകുകയെന്നിട്ട് ആ പോക്ക് പോന്നിട്ട് പിന്നെ ഇതുവരെ ഇവൻ അങ്ങ് പോയിട്ടില്ല. ഈ കൊച്ചിൻ്റെ ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. ഉള്ള കാര്യമൊക്കെ പറയാം, ഞങ്ങൾ പോയിട്ടില്ല. ഈ കൊച്ചിൻ്റെ ആവശ്യത്തിൽ കഴിഞ്ഞിട്ട് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന്, ഈ കൊച്ചിന് 1 വയസ്സായപ്പോഴത്തേന് ഇങ്ങനെ കോംപ്ലാന് അത് ഈ കുട്ടികൾക്ക് കൊടുക്കണ പൊടി കണ്ടുകൊണ്ടായിരുന്നു. അത് 1 ടിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അതും കൊണ്ട് ഒരു ഉടുപ്പുമായിട്ടാണ് പോയി. അത് ഇവരുടെ അച്ഛൻ ഈ സൂച നിൽക്ക ചെയ്ത് തന്നെയാണ്. ആ ഡ്രസ്സ് കത്തിക്കാൻ പോയി. സൂച കത്തിപ്പിച്ചില്ല. ആ കൊണ്ടുവന്ന കോംപ്ലാൻ എടുത്ത് ദൂരോട്ട് തോട്ടിലോട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് വരിക, കുത്തിയതോടെ വിളഞ്ഞൂർ അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിക്ക് ഞാൻ പറയാം, അതായത് നമുക്ക് ആ കൊച്ചിനൊന്ന് കണ്ടിട്ട് പോകാൻ കിട്ടാമെന്നോ. ഞാൻ അവിടെ നിന്ന് 1 പാക്കറ്റ് 1 ടിന്ന് കോംപ്ലാൻ മേടിച്ചിട്ട് അതും എടുത്ത് അവർ ദൂരോട്ട് കളഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിന് മടിയായി, പിന്നെ പോകാൻ കഴിയില്ലെന്നായി. അതാണോ ഈ തൊട്ടിലിൽ നിന്ന് കാണിച്ചില്ലെന്ന് പറഞ്ഞത്? വെറുതെ മേഡം, ഇതൊന്നും ഉള്ള സംഭവമല്ല. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വന്നിട്ടില്ല വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങൾ ശാഖല വെച്ചെന്ന് പറഞ്ഞില്ലേ, ശാഖല വെച്ച് സംഭവം തീരുമാനമായതാണ്. 4 ദിവസം വീട്ടിൽ നിന്ന മനുഷ്യനാണ്. 4 ദിവസം നിന്ന മനുഷ്യനാണ്. 5-ന്റെ അന്ന് രാവിലെ വീട്ടിൽ വൈകുന്നേരം തിരിച്ചു വന്നു. 4 ദിവസം വീഡിയോ SNDP ശാഖ പറഞ്ഞിട്ട് 4 ദിവസം മുന്നേ വീട്ടിൽ നിന്ന് അടുത്തൊരു കടയിൽ ഞാൻ ഏൽപ്പിച്ചു. നമ്മുടെ പിള്ളേമ്മയുടെ മനെ കൊണ്ട് കടയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ പോയി 1 ദിവസം നിന്ന്. പിറ്റേ ദിവസം രാവിലെ പോയി ഉച്ചയായപ്പോൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു. വീട്ടിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 4 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയി. 5-ന്റെ അന്ന് വീട്ടിൽ 4 ദിവസം 4 അന്തിയുണ്ട്, പകലില്ല ഇയാള്. 5-ന്റെ കാലത്ത് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വന്നില്ല. അന്ന് ഈ ഇരിക്കുന്ന അമ്മയച്ഛൻ ഇപ്പൊ പറയുന്നുണ്ട്. അതേപോലെ കോടതിയിലും പറഞ്ഞു, അവരെന്നെ വിളിച്ച് ചോദിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയ മനുഷ്യനെ ഇറക്കി വിട്ടെന്ന്. അത് കാര്യം ഇവർ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴും അവർ അന്വേഷിക്കാനില്ല. ഇവർ ഇപ്പോഴും പറയണം ഞാൻ കാരണം കൂടി പറയാം. ഇവൻ ചെല്ലാതെ ഇരിക്കുമ്പോഴത്തേനും സൂച വല്ലപ്പോഴും 1 ദിവസം ഒന്ന് വിളിച്ചിട്ട് പറയും, ഒന്നിലൊക്കെ ഉച്ചയ്ക്കായിരിക്കും വിളിക്കും, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും. കുട്ടഞ്ചേട്ടനോടൊന്ന് വരാൻ പറയാം. കുട്ടാന്ന് ഞങ്ങൾ വിളിക്കണത്. കുട്ടഞ്ചേട്ടനോടൊന്ന് വരാൻ പറയാൻ പറയും. വൈകുന്നേരം ആകുമ്പോൾ വിളിച്ചു പറയും, ഇന്ന് വരണ്ട നാളെ വന്നാൽ മതി. അപ്പം അതിനകത്ത് എന്തെങ്കിലും വിഷയമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് എന്തെങ്കിലും അതിനകത്തൊരു വ്യത്യാസം കാണുന്നുണ്ട്.